നമസ്കാരം. ചുരിക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. പയ്യോളിയിൽ കുടിവെള്ളത്തിനായി വേറിട്ട സമരവേദിയൊരുക്കി വിജയം കൈവരിച്ച പുൽക്കൊടിക്കൂട്ടത്തിൻ്റെ ഓഫീസ് ഉദ്ഘാടനം നടന്നു. നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ആർപ്പോ ആരവത്തോടെ പുൽക്കൊടിക്കൂട്ടം ഓഫീസ് ഉദ്ഘാടനം പയ്യോളി 2-ാം ഗേറ്റ് മീൻപെരിയ ഏരിപ്പറമ്പ് റോഡിൽ ഫോക്ലോറിസ്റ്റ് മജീഷ് കാരയാട് നിർവഹിച്ചു. ചടങ്ങിൽ എം സമദ് സ്വാഗതവും മുഖ്യപ്രഭാഷണവും നിറഞ്ഞു നിന്നിരുന്ന ഒരു സമര പ്രസ്ഥാനമാണ് പുൽക്കൊടിക്കൂട്ടം. ഒരു സംഘടിത സംവിധാനത്തിൻ്റെയും പിൻബലമില്ലാതെ ഉരുമ്പെട്ടിറങ്ങിയ ജനത ആ രീതിയിൽ പോരാട്ടവുമായി മുന്നേറിയാൽ ഏതു സംഘടിത പ്രസ്ഥാനത്തിൻ്റെ പ്രതിരോധത്തെയും അതിജീവിച്ചുകൊണ്ട് ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി കഴിയും എന്ന് ആ രീതിയിലുള്ള ഉജ്ജ്വലമായ ഒരു സമര ചരിത്രമെഴുതിയ ഒരു കൂട്ടായ്മ അതിന് കുറെ കൂടി ഭൗതിക രൂപം കൈക്കൊണ്ടുകൊണ്ട് പുൽക്കൊടിക്കൂട്ടം എല്ലാ നിലയിലും ഒരു വേറിട്ട ശൈലി പിന്തുടരുന്നവരാണ്. പുൽക്കൊടിക്കൂട്ടം ചരിത്രം സൃഷ്ടിച്ച ഈ സമരം തുടങ്ങുന്ന ആദ്യ ബിന്ദു ദാഹജല കൂട്ടായ്മ എന്നൊരു പരിപാടി ഫിഷറീസ് സ്കൂളിൽ വെച്ച് നടന്ന ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ നമ്മളുടെ ക്യാപ്ഷൻ ജനങ്ങളാണ് യജമാനന്മാർ എന്നുള്ളതായിരുന്നു. ആ ജനങ്ങൾ മാത്രമാണ് യജമാനന്മാർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തങ്ങളുടെ യജമാനത്വം ജനങ്ങൾ തന്നെ ഏറ്റെടുത്തുകൊണ്ട് പലതരം സമരപഥങ്ങളിലൂടെയുള്ള സഞ്ചാരത്തിലൂടെ ലക്ഷ്യം നേടിയെടുത്തു. ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ടുള്ള അന്നത്തെ ജലസമര കൺവെൻഷൻ ദാഹജല കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ വേദി പോലും വേറിട്ട രീതിയിലായിരുന്നു. സാധാരണഗതിയിൽ നേതൃത്വം സ്റ്റേജിലും നേതൃത്വത്തെ പിന്തുടരുന്നവർ സദസ്സിലുമാണ്. എന്നാൽ തല തിരിച്ച് വേദിയൊക്കെ സദസ്സിന് വിട്ടുകൊടുത്ത് തല തിരിച്ച് മുൻനിരയിൽ നിൽക്കുന്നവർ ഏറ്റവും പിറകിലെ വേദിയിൽ നിന്നുകൊണ്ടാണ് അതിനെ അഭിമുഖീകരിച്ചത്. അതേപോലെ പയ്യോളിക്കാർ ജലത്തിന് ദാരിദ്ര്യം അനുഭവിക്കുന്നവർ എന്നുള്ളതൊറ്റ വിലാസത്തിലാണ് അവിടെ ആളുകൾ ഒത്തുകൂടിയത്. മറ്റൊരു വിലാസവുമില്ല, മറ്റൊരു സംഘടനയുടെ വിലാസവുമില്ല. അങ്ങനെ ഞങ്ങൾ വെള്ളമില്ലാത്തവർ, ഞങ്ങൾ മഞ്ഞവെള്ളം കുടിക്കുന്നവർ, ഞങ്ങൾ നിറംകെട്ട വെള്ളം കുടിക്കുന്നവർ എന്നൊരൊറ്റ കൊടിയുടെ ഒരൊറ്റ മുദ്രാവാക്യത്തിൻ്റെ ഒരൊറ്റ ആശയത്തിൻ്റെ പേരിൽ ജനങ്ങൾ ഒരുമിക്കപ്പെട്ടപ്പോൾ അവിടെ ഒരു ഭിന്നിപ്പും നടന്നില്ല. അവരെ വിഭജിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അത് വെന്നിക്കൊടി നാട്ടുക തന്നെ ചെയ്തു. അപ്പം ആ രീതിയിൽ എന്തും വേറിട്ട രീതിയിലാണ് നമ്മൾ നടത്തുന്നത്. അത് ഇന്നത്തെ ഓഫീസ് ഉദ്ഘാടനത്തിനും ബാധകമാണ്. ഇന്നത്തെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് സർഗാത്മകതയാണ്, താളമാണ്, അതും നാട്ടുതാളമാണ്. ഇനി ഒരു പ്രത്യേക രീതിയിലുള്ള കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പുൽക്കൊടിക്കൂട്ടം ഈ ഓഫീസ് തുടങ്ങിയത് തമാശക്കല്ല, വളരെ സീരിയസാണ്. എത്രത്തോളം സീരിയസ് ആയി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് പുൽക്കൊടിക്കൂട്ടം എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി ടെക്നിക്കൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ആകാശം മുട്ട ഉയർന്നു വരുന്ന ടാങ്ക് കണ്ടാൽ ആർക്കും ബോധ്യപ്പെടും.
ഇന്നലെ ഞങ്ങളുടെ ടീമിലെ ചാലിൽ പവിത്രനും VM സുരേഷുമൊക്കെ ഇതിന്റെ പ്രചരണവുമായി കോട്ടക്കൽ ഭാഗത്തൊക്കെ പോയപ്പോൾ അവിടെയുള്ള പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് അതെന്തോ ആശുപത്രിയോ മറ്റോ ആണ് വരുന്നത്. അത് പുൽക്കൊടിക്കൂട്ടം പോരാട്ടത്തിലൂടെ നേടിയെടുത്ത വാട്ടർ ടാങ്കാണെന്ന് പറഞ്ഞപ്പോൾ കണ്ണ് മിഴിച്ചു പോയിട്ടുണ്ട് അവർക്ക്. ആ രീതിയിൽ തമാശക്കൊന്നും ചെയ്യാറില്ല. വളരെ സീരിയസ് ആയും വളരെ കാര്യമായും വളരെ ഇച്ഛാശക്തിയോടെയാണ് പുൽക്കൊടിക്കൂട്ടം കാര്യങ്ങൾ ചെയ്യുക. നീതിക്ക് വേണ്ടി അതറ്റം വരെയും പോകാൻ മടിയില്ലാത്തൊരു കൂട്ടായ്മയാണ് പുൽക്കൊടിക്കൂട്ടം. ആ പുൽക്കൊടിക്കൂട്ടം ഈ ഓഫീസ് തുറന്നു വെച്ചിരിക്കുന്നത് തുറക്കുന്നത് ഒരു ക്യാരം ബോർഡ് വാങ്ങി അതിന് ചുറ്റുമിരുന്ന് കളിക്കാനല്ല, നാട്ടുകാർക്ക് സാമൂഹികവും വ്യക്തിപരവുമായ നീതികേടുകൾ രേഖപ്പെടുത്തി പോസ്റ്റ് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷൻ ബോക്സ് വനിതാ സംഘടന ഏറ്റുവാങ്ങി. ഉദ്ഘാടന ചടങ്ങിൽ മജീഷ് കാരയാട്, ദിലീപ് കിയൂർ, രവി നമ്പേരി എന്നിവരെ ആദരിച്ചു. ചടങ്ങിൽ നിറമൊരുക്കാൻ കുട്ടികൾ ക്യാൻവാസിൽ ചിത്രമൊരുക്കി. ഉദ്ഘാടന ചടങ്ങിൽ മധുരം പകരാൻ പായസവും പലഹാര വിതരണവും നടത്തി. മജീഷ് കാരാടിൻ്റെ നാട്ടുസംഗീത താളവിസ്മയം കാണികൾക്ക് നവ്യാനുഭവമായി. പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിയിടും മുമ്പേ കരിങ്കാരൻ കോര പറിച്ചാട്ടേ. അറിയൂലേ? താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിയിടും മുമ്പേ കരിങ്കാരൻ കോര പറിച്ചാട്ടേ. താരക പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിയിടും മുമ്പേ കരിങ്കാരൻ കോര പറിച്ചാട്ടേ. തക തക താത്തിനം തക ചെയ്താരാ തകത്തിനം തക ചെയ്താരാ താത്തിനം തക തകത്തിനം തക കരദിനം തക ചെയ്താരാ. ഏ ഓ ആ ഏ ഓ കണ്ടം മുട്ടിയടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ടേ വെള്ളം കോരി കോരി ഉള്ളക്കിടുന്ന മേലക്കിടങ്ങളുണ്ടേ. കണ്ടം മുട്ടിയടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ടേ വെള്ളം കോരി കോരി ഉള്ളക്കിടുന്ന മേലക്കിടങ്ങളുണ്ടേ. പാട്ടിൻ നീനം കേക്കണ് എൻ കാതിൽ വന്ന് കഥ ചൊല്ലണ് എന്റെ കാട്ടുചോല കിളി കനവാകും കടൽ നീന്തി കര കാണാതൊരു നാളും മഴമുകിലാ. തുടർന്ന് ദിലീപ് കിയൂർ സാക്ഷാത്കരിച്ച പുൽക്കൊടിക്കൂട്ടം ജലസമര ഡോക്യുമെന്ററി വാട്ടർ കളർ തേർഡ് പ്രസന്റിയലോ പ്രദർശിപ്പിച്ചു. NE ഹരികുമാറിൻ്റെ ഉറങ്ങുന്ന ദേശങ്ങൾ, UA ഖാദറിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയും ബ്രിജേഷ് പ്രതാപിൻ്റെ ചെറു സിനിമകളായ ബ്ലാക്ക്, യക്ഷി എന്നിവയും പ്രദർശിപ്പിച്ചു.